ലിൻഡോ ഇവിടെ പറഞ്ഞത് ഞങ്ങൾ സ്ഥാനാർത്ഥികളെ തീരുമാനിക്കുന്ന ഘട്ടത്തിൽ ഇതിനേക്കാൾ വലിയ ബഹളങ്ങളൊക്കെ നടത്തിയതാ, എന്നിട്ട് ജനങ്ങൾ ഞങ്ങൾക്ക് വോട്ട് ചെയ്തല്ലോ എന്നുള്ളത്. ഇതാണ് അവരുടെ മനസ്സിലിരിപ്പ്. കോൺഗ്രസിന്റെ വക്താക്കള്, കോൺഗ്രസിന്റെ നേതൃത്വം, കോൺഗ്രസിനെ പിന്തുണയ്ക്കുന്ന മാധ്യമങ്ങളൊക്കെ പറയും ഇത് കോൺഗ്രസിന്റെ ശൈലിയാണ്, കോൺഗ്രസിനകത്ത് ഇങ്ങനെയൊക്കെ ചെയ്താലും ജനങ്ങൾ അംഗീകരിക്കും. നിങ്ങൾ നാളെ ഇത് പിരിച്ചുവിട്ടൊരു തെരഞ്ഞെടുപ്പ് കേരളത്തിൽ നടത്തിയാൽ ഞങ്ങൾ വിജയിക്കുമെന്ന് ഞങ്ങൾ പറയുന്നില്ല. കാരണം നിങ്ങളുടെ ഈ 102 സീറ്റുണ്ട്. പക്ഷെ ഒരു 10-20 സീറ്റ് കൂടി കേരളത്തിൽ ഇടതുപക്ഷത്തിന് ഉറപ്പായിട്ട് കിട്ടുമെന്നുള്ള ഒരു തർക്കമില്ല. ഇതൊക്കെ കാണാനല്ല പുതിയ ജനറേഷൻ നിങ്ങൾക്ക് വോട്ട് ചെയ്തത് എന്നുള്ളത് നിങ്ങൾ ഓർക്കുന്നല്ലതാ. പിന്നെ എനിക്ക് വേറൊരു കാര്യം അതിൽ ചേർത്ത് പറയാനുള്ളത്, ശ്രീ KC വേണു ആരാണ് മുഖ്യമന്ത്രി എന്നുള്ളത് ഞങ്ങളുടെ വിഷയമല്ല. അല്ല, ഒന്നുകൂടെ ഞാൻ 2 പോയിന്റ് ഉണ്ട് അവിടെ പറഞ്ഞോട്ടെ. ആരാണ് മുഖ്യമന്ത്രി ഞങ്ങളുടെ വിഷയമല്ലെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പറയുകയാണ്. KC വേണുഗോപാൽ മത്സരിച്ചത് യഥാർത്ഥത്തിൽ പാർലമെന്റിൽ മത്സരിച്ചത് അദ്ദേഹത്തിന്റെ കയ്യിൽ പാർലമെന്റ് മെമ്പർ സ്ഥാനം ഇരിക്കുമ്പോൾ തന്നെയാണ്. രാജസ്ഥാനിൽ നിന്നുള്ള രാജ്യസഭാ അംഗമായിരിക്കുകയല്ലേ അദ്ദേഹം ലോകസഭാ അംഗമാകാൻ കേരളത്തിൽ വന്നത്. അന്ന് ഈ അഭിപ്രായ വ്യത്യാസങ്ങളൊന്നും അദ്ദേഹത്തിന്റെ പേരിൽ പറഞ്ഞില്ലല്ലോ. മാത്രമല്ല, രാജസ്ഥാനിൽ ആ സീറ്റ് കിട്ടിയത് അദ്ദേഹം അവിടെ രാജിവെച്ചാൽ ആ സീറ്റ് കിട്ടുന്ന BJPക്ക്. അത് അറിഞ്ഞുകൊണ്ട് തന്നെ BJPക്ക് ഒരു രാജ്യസഭാ അംഗത്തെ വിട്ടുകൊടുത്തിട്ട് അദ്ദേഹം ഇവിടെ വന്ന് ലോക്സഭയെ മത്സരിച്ചതിനാ കേരളത്തിലെ രാഷ്ട്രീയത്തിൽ ഇടപെടാനാ. അത് പാർലമെന്റ് ആണെങ്കിൽ പോലും കേരളത്തിലെ രാഷ്ട്രീയത്തിൽ ഇടപെടാൻ വേണ്ടി വന്നതാ. അതുകൊണ്ട് ഇത് ഇനിയും സാധ്യമാകാനുള്ള അവസരമാണ് വന്നിരിക്കുന്നതെന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഒരു നിർദ്ദേശമുള്ളത്, നമ്മൾ ഇതൊക്കെ പറയുന്നെങ്കിലും ഒരു അഭിപ്രായം കൂടി പറയണമല്ലോ. എനിക്ക് തോന്നുന്നത് പരിഹരിക്കാൻ പറ്റുന്ന ഒരു മാർഗം കേരളത്തിൽ 3 മന്ത്രിസഭ ഉണ്ടാക്കണം 5 കൊല്ലത്തിനിടയിൽ. 1.5 വർഷം VD സതീശൻ, 1.5 വർഷം രമേശ് ചെന്നിത്തല, അഖിലേന്ത്യാ നേതാവ് എന്നുള്ള തരത്തിൽ 2 വർഷം നമ്മുടെ KC വേണുഗോപാൽ. എന്നിട്ട് ഈ മന്ത്രിസഭാ അംഗങ്ങളെ അങ്ങ് മാറ്റണം. 60 മന്ത്രിമാരെ കിട്ടും. ഈ 60 മന്ത്രിമാരും പിന്നെ കേരളത്തിൽ വരുമ്പോൾ ഈ പ്രശ്നങ്ങൾ കുറച്ച് പരിഹരിക്കാൻ പറ്റും നോക്കുന്നു. അങ്ങനെ ഒരു ഫോർമുല ഉണ്ടാക്കുന്നതായിരിക്കും ഇന്നത്തെ സാഹചര്യത്തിൽ കേരളത്തിലെ പോലീസിന് ഒരു പക്ഷേ ശാന്തമായിട്ട് ഉറങ്ങാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കും. അതാണ് നിർദ്ദേശമായിട്ട് എനിക്ക് പിന്നെ ഒരു കാര്യം കൂടി മനസ്സിലാക്കുന്ന ഒരു കാര്യം അല്ല ഒരു കാര്യം കൂടി ശ്രീ നിഷാദെ ഒരു കാര്യം കൂടി അല്ല നിഷാദെ ഒരു പോയിന്റ് ഒരു കാര്യം കൂടി നിഷാദ് 1 സെക്കൻഡ് ഒരു കാര്യം കൂടി ഒറ്റ കാര്യം നിഷാദെ 1 മിനിറ്റ് കേട്ടാ ഞാൻ ഒന്നുകൂടെ പറഞ്ഞോട്ടെ. ഞാൻ ശ്രീ ദാമോദർ പ്രസാദ് ആര് മുഖ്യമന്ത്രിയുടെ അവരെ കേന്ദ്രീകരിച്ച് അതല്ല, ഞങ്ങൾ കേന്ദ്രീകരിക്കുന്ന ഇവര് 3-ൽ ആര് മുഖ്യമന്ത്രി ആയാലും ഇവരിറക്കിയ ഒരു പ്രകടന പത്രികയുണ്ട്. മുൻകാലങ്ങളിൽ പ്രകടന പത്രിക വലിയ ഇഷ്യൂ അല്ല. പക്ഷെ ഞങ്ങൾ ഭരണത്തിൽ വന്നതിന് ശേഷം ഈ പ്രകടന പത്രിക ഇത്ര ശതമാനം നടപ്പാക്കിയെന്ന് ഞങ്ങൾ പറഞ്ഞു. ഇനി ഒരു ഗവൺമെന്റിനും പ്രകടന പത്രികയെ മാറ്റി വെച്ചുകൊണ്ട് കളിക്കാൻ പറ്റത്തില്ല. അപ്പൊ പ്രകടന പത്രിക കേന്ദ്രീകരിച്ച ഞങ്ങളുടെ രാഷ്ട്രീയ പ്രവർത്തനം അതാണ് ഞങ്ങളുടെ. അല്ല ആരെ വ്യക്തിയായതെന്നുള്ളതല്ല ഞങ്ങളുടെ പ്രശ്നം. CN ജയചന്ദ്രൻ, KC വേണുഗോപാൽ വന്നിട്ടുള്ള ഉപതെരഞ്ഞെടുപ്പുകൾ കേരളത്തെ ബാധിക്കില്ല, ജനാധിപത്യത്തിന്റെ സൗന്ദര്യമായി ജനം അത് എടുത്തോളും എന്നാണോ താങ്കൾ അഭിപ്രായപ്പെടുക? അല്ല, അതൊക്കെ ഉണ്ടാവും, സ്വാഭാവികം. പക്ഷേ ഈ തുടർ ചലനങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടത് പെട്ടെന്ന് വരാനിരിക്കുന്നു. ഈ മന്ത്രിമാരുടെ വകുപ്പുകൾ കൊടുക്കുന്നത് സംബന്ധിച്ച് തന്നെ പ്രശ്നങ്ങളാണല്ലോ. ഇപ്പം തന്നെ സതീശൻ പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ കേൾക്കുന്നുണ്ട്, രമേശ് ചെന്നിത്തല പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് കേൾക്കുന്നുണ്ട്, KPCC പ്രസിഡന്റ് താല്പര്യമുള്ള വകുപ്പുകളെക്കുറിച്ച് കേൾക്കുന്നുണ്ട്. അതൊക്കെയുണ്ട്. അപ്പോൾ ഈ മന്ത്രിസഭാ രൂപീകരണം സുഗമമായി നടത്താൻ ഏതെങ്കിലുമൊക്കെ തരത്തിൽ കഴിഞ്ഞു എന്നിരിക്കട്ടെ, അതിന്റെ തുടർചലനങ്ങൾ ഉടൻ തന്നെ പ്രതീക്ഷിക്കാമല്ലോ. ആ തരത്തിലാണ് കാര്യങ്ങൾ വരുന്നത് എന്നുള്ളത് പിന്നെ ഒട്ടും ജനാധിപത്യപരമായി നോക്കിയാൽ കോൺഗ്രസിനോ കേരളത്തിനോ പോലും